ഹായ് ഫ്രണ്ട്സ്, വീണ്ടും ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്താൻ വരികയാണ്. ഞാനങ്ങനെ ഗാങ്ടോക്ക് എന്നൊരു സ്ഥലത്തെത്തി. ഡാർജിലിംഗിലെത്തിയിട്ടില്ല. ഗാങ്ടോക്ക് ഇനി ഇവിടുന്ന് ഒരു അറൗണ്ട് 60 കിലോമീറ്റർ ഡാർജിലിംഗിലേക്കുണ്ട്. ഇതൊരു പോയിൻ്റാണ്. കാരണം ഇത് ഡാർജിലിംഗിലേക്ക് എത്താൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഗാങ്ടോക്കിലേക്ക് അവസാനിപ്പിക്കുകയാണ്. ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ വരുമ്പോൾ പ്രതീക്ഷിച്ചത് നമ്മുടെ ഒരു മൂന്നാർ പോലത്തെ ഒരു കാടും മലയൊക്കെയുള്ള പ്രദേശം അങ്ങനെയാണ് കയറി വന്നത്. ഇവിടെ എത്തിയപ്പോഴാണ് സംഭവം മാറിയത്. ഇതെന്തായി കാണുന്നത്? ഇത് ഇന്ത്യയിലാണോ? ഞാൻ ദുബായിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ അത് ഇത്രയും നാച്ചുറലായിട്ടുള്ള ഇതിൽ കണ്ടിട്ടില്ല. ഇത് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റണോ. ഇത് ഇന്ത്യയിലാണ്. ഞാൻ എൻ്റെ ബോട്ടിൽ കയ്യിൽ വെള്ളം കുടിച്ചൊരു ബോട്ടിൽ ബാലൻസ് ഉണ്ടായിരുന്നു, കയ്യിൽ പിടിച്ചിരുന്നു. അത് കളയാനായിട്ട് കഷ്ടപ്പെട്ടു. കാരണം അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ സിറ്റി. ഒന്നും പറയാനില്ല, എനിക്കിനി കൂടുതലൊന്നും പറയാനില്ല. ഇവിടുത്തെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ട് ധാരാ ഒരു ഷർട്ടിട്ട് പറ്റിയിരിക്കുന്നു. ഇതായിരിക്കുന്നു കേട്ടോ, ഷർട്ടിട്ട് പറ്റി കയറിയിട്ട്. ഇവിടുത്തെ ആൾക്കാരൊക്കെ ഒരു ഡിഫറെൻറ്റ് കൾച്ചറിലാണ് ജീവിക്കുന്നത് തോന്നുന്നു. ടൂറിസ്റ്റുകളുണ്ട്, ഇല്ലയെന്നല്ല, പക്ഷേ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഇവിടുത്തെ ബിൽഡിങ്സുകളും ഇവിടുത്തെ എല്ലാ അറേഞ്ച്മെൻറ്റുകളും ടോട്ടലി ഇതാ. പിന്നെ ഇവിടുത്തെ ഏറ്റവും കൂടുതലുള്ള സാധനമാണ് കള്ള് ഷോപ്പ്. സമൃദ്ധിയാണ്. ഇപ്പോഴാണ് മനസ്സിലായത്. എല്ലാ കള്ളുടിമാർക്കും സ്വാഗതം. കാരണം ഇവിടെ ടാക്സ് ഇല്ല. നാട്ടിലെ കള്ളിനേക്കാളും 3-1 വിലയ്ക്ക് ഇവിടെ കള്ള് കിട്ടും. ഡാൻസ് ബാറുകളുണ്ട്, ചുറ്റുമുണ്ട് ഇവിടെ. പക്ഷേ ഇതൊക്കെ കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഞാൻ ഇവിടെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സംഭവമുണ്ട്, ഇതാണ് ഈ നാടെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഇതൊരു അൺബിലീവബിളായിട്ട് തോന്നുന്നുണ്ട്. ഞാനിതൊരു റൂം എടുത്തിട്ടില്ല, ഞാൻ റൂം എടുക്കാൻ പോകുന്നുള്ളൂ. ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് വീഡിയോസ് എടുക്കണമെന്ന് തോന്നി. കാരണം ഞാൻ നാളെ രാത്രി ഈ ചേട്ടാ ഇതിൻ്റെ ഇടയിൽ ഇതുമുണ്ട്. 2 ഗ്യാസും വെച്ച് പോകേണ്ട ഒരാളെ കണ്ടില്ലേ. അപ്പോൾ എനിക്ക് തോന്നി ഇതൊന്ന് ഇപ്പോൾ റെക്കോർഡ് ചെയ്യണം. കാരണം ഇനിയിപ്പോൾ നാളെ ഞാനിവിടുന്ന് പോകുമ്പോൾ ഇനി ഡാർജിലിംഗ് എന്താ കണ്ടീഷൻ തരാൻ പറ്റില്ല. ഇതിങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡാർജിലിംഗ് വി ക്യാൻ എക്സ്പെക്ട് മോർ, ഒരു സംശയമില്ല. അയ്യോ എന്താ ഞാൻ പറയണ്ടേ. സീ ദ ഗാർഡൻ, ഇതെല്ലാം നാച്ചുറലാണ് കേട്ടോ. ഇറ്റ്സ് നോൺ ആസ് ഗ്രീൻ സിറ്റി. വളരെ നാച്ചുറലായിട്ടുള്ള ആർട്ടിഫിഷ്യലായിട്ടുള്ള സാധനങ്ങളൊന്നുമല്ല. നമ്മുടെ ഗാന്ധിയപ്പാപ്പൻ്റെ സ്റ്റാച്ചു കൊണ്ട് വളരെ ക്ലീനായിട്ടാണ് ഗാന്ധിയപ്പാപ്പൻ്റെ സ്റ്റാച്ചു വെച്ചിരിക്കുന്നത്. ഇത് അലയിലൊക്കെയാണ് ഞാനിങ്ങനെ കണ്ടിട്ടുള്ളത്. അതും ഇത്രയും പബ്ലിക്കിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിലൊന്നും, അത്രയും സോഷ്യലായിട്ടും. ഇവിടെ കുറച്ച് വെസ്റ്റേൺ രീതിയിലാണ്. അത് ചിലപ്പോൾ തണുപ്പിൻ്റെ ഡ്രസ്സിങ് കൊണ്ടൊക്കെ ആയിരിക്കാം അങ്ങനെ തോന്നുന്നത്. എന്തിൻ്റെയാലും എനിക്ക് ഫീൽ ചെയ്തത് ലൈക്ക് ഞാൻ പോവാത്ത സ്ഥലമായാലും ചലക്കാലോ സെയിം തിങ് ലൈക്ക് സ്വിറ്റ്സർലാൻഡ് അങ്ങനെയൊക്കെ വേണമെങ്കിൽ എനിക്കങ്ങനെ പറയാം. അങ്ങനെ തോന്നി. ഇതാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇതെല്ലാവരും നോക്കിച്ചോളൂ. ഞാനിനി വീഡിയോ ഒന്നും കിട്ടുന്നില്ല. ഗാങ്ടോക്ക്. വാവ്, ആൾക്കാർ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും നാട്ടുകാരല്ല, അതാണ് എൻ്റെ അർത്ഥം. എന്തായാലും കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒരു തമ്പടിക്കുകയാണെങ്കിൽ ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസ് കാണുകയാണെന്നുണ്ടെങ്കിൽ വിടാം. താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വരാം.